എത്തിയിട്ടുള്ളത്. നമ്മുടെ സീലിംഗ് ഫാനൊക്കെ നമ്മൾ ചെയർ വെച്ച് കയറി നിൽക്കാതെയും അതേപോലെ തന്നെ ലാഡറൊന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാനുള്ള ടിപ്സൊക്കെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫാനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാനുള്ള ഒരു ടിപ്സാണ്. അപ്പോൾ നമ്മൾ ചെയറൊന്നും വെച്ച് കയറാതെയും അതേപോലെ തന്നെ ലാഡറൊന്നും ഉപയോഗിക്കുന്നില്ല, ഈ ഒരു വൈപ്പർ ഉപയോഗിച്ചിട്ടാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഫാൻ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യുന്ന വൈപ്പറാണ്. അപ്പോൾ ഈ ഒരു വൈപ്പറിൻ്റെ മുകളിലേക്ക് ഞാൻ മുണ്ടാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ മുണ്ടോ അല്ലെങ്കിൽ ടർക്കിയോ അല്ലെങ്കിൽ കോട്ടൻ്റെ തുണികളൊക്കെ ഇതേപോലെ വെച്ച് കൊടുക്കട്ടോ. ഇനി ഇതിൻ്റെ രണ്ട് ഭാഗമൊന്നും ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ മടക്കി കൊടുക്കുമ്പം കുറച്ചും കൂടി ഒരു കട്ടി കിട്ടും. അപ്പോൾ ഫാനൊക്കെ തുടയ്ക്കാനൊക്കെ നല്ല എളുപ്പമായിരിക്കും. ഇനി ഞാനൊരു കോട്ടൻ്റെ തുണി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും മടക്കി ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു കോട്ടൻ്റെ തുണി കുറച്ച് നനച്ചിട്ടുണ്ട്. അപ്പോൾ ഫാനൊന്നും നമുക്ക് നനച്ച് തുടയ്ക്കേണ്ടെന്നാണെങ്കിൽ നമുക്ക് ഉണങ്ങിയൊരു തുണി എടുത്താലും മതി. ഞാനിപ്പോൾ ഈ ഒരു തുണി നനച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മടക്കി രണ്ട് മടക്കാക്കിയിട്ട് മടക്കിയിട്ടുണ്ട്. അതൊന്ന് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു തുണി ഒന്നായിട്ടൊന്ന് നമുക്കൊന്ന് കൂട്ടി പിടിച്ചിട്ട് അവിടെ ഒന്ന് കെട്ടി വെക്കണം. ഒരു കയറോ അല്ലെങ്കിൽ ഒരു തുണിയുടെ കഷ്ണങ്ങളോ എടുത്തിട്ട് ഒന്ന് കെട്ടി വെക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം കയറെടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റായിട്ടൊന്ന് കെട്ടി കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ഫാന് തുടച്ചെടുക്കാം. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് തുടച്ചെടുക്കാനൊക്കെ നല്ല എളുപ്പമാണ്. കാരണം ഇതിനധികം വെയിറ്റ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിങ്ങനെ പിടിച്ചിട്ട് ഫാനൊക്കെ തുടയ്ക്കാൻ നല്ല എളുപ്പമാണ്. എല്ലാ പൊടിയും പെട്ടെന്ന് തന്നെ പോയി കിട്ടുന്നുമുണ്ട്. അതേപോലെ തന്നെ ഫാനിൻ്റെ രണ്ട് ഭാഗവും നമുക്ക് തുടച്ചെടുക്കാൻ കഴിയും. ആ ഒരു ഫാനിൻ്റെ ലീഫിൻ്റെ രണ്ട് ഭാഗവും നമുക്ക് നല്ല സുഖമായിട്ട് തന്നെ തുടച്ചെടുക്കാൻ കഴിയും. അപ്പോൾ ഫാനിൻ്റെ ആ ഒരു ലീഫിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഇത് കയറ്റി വെച്ചിട്ട് ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ക്ലീനായിട്ട് തുടച്ചെടുക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് ഫാനൊക്കെ നനച്ച് തുടയ്ക്കണമെങ്കിലൊക്കെ നല്ല എളുപ്പത്തിൽ തന്നെ ഒരു ചെയർ പോലും ഇടാതെ ഒരു ലാഡറോ ഒന്നും വേണ്ടാതെ തന്നെ നമുക്ക് നല്ല ക്ലീനായിട്ട് ഫാനൊക്കെ ക്ലീനാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഫാനൊക്കെ തുടയ്ക്കാനൊക്കെ പൊടി തട്ടാനൊക്കെ നമുക്ക് ഈ ഒരു വൈപ്പറിൽ ഇതേപോലെ വെച്ച് ചെയ്താൽ മതി. അപ്പോൾ നല്ല എളുപ്പമാണ്, നന്നായിട്ട് തന്നെ ക്ലീനായിട്ടും കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നിലം തുടയ്ക്കുന്ന മോപ്പൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഇതേപോലെയൊക്കെ തുണി വെച്ചിട്ട് കെട്ടിയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഫാനൊക്കെ ക്ലീൻ ആക്കാൻ നല്ല എളുപ്പമായിരിക്കും. അപ്പോൾ ഞാൻ ഫാനൊക്കെ നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട്. ഫാനിലുള്ള ഫുള്ള് ചളിയും ഈ ഒരു തുണിയിലായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗമൊന്നും നനച്ച് തുടയ്ക്കാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് ഇത് വെച്ചപ്പോൾ നന്നായിട്ട് തന്നെ നനച്ച് തുടയ്ക്കാനും അതിലുള്ള ഫുള്ള് ചളികളൊക്കെ പോയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒന്നിൻ്റെയും മുകളിലൊന്നും കയറാതെ തന്നെ നമുക്ക് നല്ല ഈസി ആയിട്ട് നിലത്ത് നിന്നോണ്ട് തന്നെ ഇത് വെച്ചിട്ട് നമുക്ക് ഫാനൊക്കെ നന്നായിട്ട് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാനും ശ്രമിക്കണേ.